നമസ്കാരം. ഇറാൻ 150-ൽ കൂടുതൽ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടിട്ടും എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇതുവരെ ഇറാനെതിരെ സൈനികമായി പ്രതികരിക്കാത്തത് എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ഹമാസിനെ പരിപൂർണമായി തകർത്ത ഇസ്രയേൽ മിലിറ്ററിയുടെ പ്രധാന ഉദ്ദേശം ഇപ്പോൾ ലബനോണിൽ ബേസ് ചെയ്തുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ളയെ പരിപൂർണമായി തകർക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ മിലിറ്ററി അവരുടെ എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ലബനോണിൽ കടന്നുകയറി ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെയും അതുപോലെ അവരുടെ എല്ലാ ഹൈഡ് ഔട്ടുകളെയും തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നിന്നുള്ള ഹമാസ് ഭീകരവാദികളുടെയും ലബനോണിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരവാദികളുടെയും നിരന്തര സൈനിക ഭീഷണി ഇസ്രയേൽ മിലിറ്ററിക്ക് അവസാനിപ്പിക്കുവാൻ സാധിച്ചാൽ പിന്നെ ഇസ്രയേൽ മിലിറ്ററിക്ക് പരിപൂർണമായി ഇറാനെ സൈനികമായി നേരിടുവാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ഇറാനെതിരെയുള്ള സൈനിക നടപടി ഇനിയും വൈകിപ്പിക്കില്ല എന്നാണ്. ഒക്ടോബർ 7 അതല്ല അതിനടുത്തുള്ള ദിവസങ്ങളിലോ ഇസ്രയേൽ എയർഫോഴ്സ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ഓയിൽ ഇൻസ്റ്റലേഷനുക്ക് നേരെയും അതുപോലെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനുക്ക് നേരെയും അവരുടെ F-35 എന്ന സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് തകർക്കുവാൻ സാധ്യതയുണ്ട്. ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തകർക്കാൻ പാടില്ല എന്ന് അമേരിക്കൻ ഭരണകൂടം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രയേൽ ഗവൺമെൻറ്റും അവരുടെ മിലിറ്ററിയും അത് കാര്യമാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇസ്രയേലിന് ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനുകൾ തകർക്കാൻ അമേരിക്കൻ ഗവൺമെൻറ് മൗനാനുവാദം നൽകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇസ്രയേലിനും അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും മാത്രമല്ല ഭീഷണി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഗൾഫ് റീജിയനിലെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇറാൻ്റെ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് എല്ലായ്പ്പോഴും വലിയ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് മേഖലയിലുള്ള എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് തകർക്കുവാൻ ഇസ്രയേലിന് മൗന അനുവാദം കൊടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.